കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളരിമേട് വന്നപ്പോഴും നമ്മുടെ ഇവിടെ മിക്കവാറും നമ്മുടെ കഴിക്കുന്ന ഒത്തിരി ആൾക്കാർ അത് എന്താ പറയുക ഒരുപാട് പേരുണ്ട്. പലർക്കും ഫേസ് കാണിക്കാൻ എന്താ പറയുക ഒരു മടിയാണ്. അപ്പോൾ അതെ ഞങ്ങളിവിടെ ഇന്നലെ വന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മളൊക്കെ ഒരു ഫാമിലി ഫുള്ളുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കാര്യം അങ്ങനെ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മളാ സ്നേഹിക്കുന്ന ആൾക്കാരങ്ങനെ നേരിട്ട് കാണാം. പലരും ഇപ്പോൾ 87ാമത്തെ ബാച്ചാണ്, 26ാമത്തെ ബാച്ചിലുള്ള ഒരാളാണ്. പക്ഷെ ഫേസ് കാണിക്കത്തില്ല. അവർ ഡയറ്റ് എന്താ അവർ ചെയ്ത ഡയറ്റിൻ്റെ കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ. നമുക്ക് വോയിസ് മാത്രം കേൾക്കാം. അപ്പോൾ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡയറ്റ്? നല്ലതാണ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറേ യൂസ്ഫുൾ ഉണ്ട്. പിന്നെ കാല് വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വേറെ ഹെൽത്ത് ഇഷ്യൂസ് അല്ല അങ്ങനെയൊന്നുമില്ല. നിസ്കരിക്കാനൊന്നും കാലൊന്നും മടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജി ഫുൾ ആയിട്ട് ഉണ്ടാവും. ഒരു ഡയറ്റ് ചെയ്യുന്ന ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പട്ടിണി കിടക്കും എല്ലാവരുടെയും ചിന്ത. ഇപ്പൊ നമ്മളിപ്പോ വീഡിയോസ് ഇടുമ്പോഴേക്കും ഡയറ്റ് ബിരിയാണി ഒക്കെ കഴിച്ചോണ്ട് ഒരു ഡയറ്റാ. അത് ഡയറ്റ് എന്ന് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്താഗതിയാ. അപ്പൊ നമ്മുടെ ഡയറ്റ് എങ്ങനെയാണ്? അല്ല അത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഫുഡ് എല്ലാം കഴിക്കാം. രാവിലെ വൈകുന്നേരവും ഈ സ്മൂത്തി എടുക്കണം. നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് വൈസ് അല്ലെ അത് കുടിക്കുമ്പോ നമുക്ക് എന്താ പറയാ ഒരു ഫില്ലായ ഫീല് അങ്ങനെ എന്തൊക്കെയാണ്? നല്ല ഫില്ലാണ്. പിന്നെ വിശപ്പൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. 26ാമത്തെ ബാച്ചിലുള്ള ആളല്ലേ? 26ാമത്തെ ബാച്ച്. ഇപ്പൊ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ? ഇപ്പൊ വീണ്ടും പുള്ളിക്കാരിക്ക് ഇടക്ക് വെച്ച് 26ാമത്തെ ബാച്ച് എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം അതായത് സ്റ്റാർട്ടിങ് ടൈമിലുള്ള ഒരു ബാച്ചാ. അതിൽ നിന്ന് ഇപ്പൊ വീണ്ടും പുതിയതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം പഴയ ബാച്ചുകൾ എന്നൊക്കെ പറയുമ്പോൾ ഡയറ്റ് കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ അതില് ഒരിച്ചിരി എന്താ പറയാ ആ ഫോട്ടോസ് വരലും ഇതൊക്കെ ഒന്ന് ഒരു ഡൗൺ ആവും. അപ്പൊ പുതിയ ബാച്ചിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഡയറ്റ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും വാങ്ങി കഴിക്കുക, ധൈര്യത്തിൽ വാങ്ങി കഴിക്കുക. ഇപ്പൊ എല്ലാവർക്കും പേടിയാ ഈ കിഡ്നി അടിച്ചു. നിങ്ങൾക്ക് തുടക്കം ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് വന്നപ്പോഴേക്കും ആ ഒരു തുടക്കം ആ ഒരു പേടി ഉണ്ടായിരുന്നു? പേടി ഉണ്ടായിരുന്നു. പിന്നെ ആള് നോക്കാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. ശരി അന്വേഷിച്ചു. 2-3 പ്രാവശ്യം വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നോക്കിയപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങടെ ഇതൊക്കെ നോക്കുമ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. എന്തായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം. കാര്യം വന്ന് ഇങ്ങനെ കാണാം. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങള് പോയി കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞത് അന്ന് ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന ടൈമിലാണ് വീഡിയോ ഇട്ടത്. അപ്പോഴാണ് ബ്രദറിന് മെസ്സേജ് അയച്ച് പറഞ്ഞത് ഞങ്ങളിവിടെ വെള്ളരിമേട് അടുത്താണ്, എന്താ കാണാതെ പോയത്. അപ്പം രാവിലെ തന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷം. കാര്യം നമ്മുടെ കൂടെ ഉള്ള എനിക്ക് പേര് ഓർമ്മ പെട്ടെന്ന് കിട്ടുന്നില്ലായിരുന്നു. ഫേസ് കാണിക്കാൻ നമ്മൾ ആരെ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ നമ്മൾ തയ്യാറല്ല. ഫേസ് കാണിക്കുന്നവർ കാണിക്കട്ടെ. അപ്പൊ എന്തായാലും നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ 87ാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 26ാമത്തെ ബാച്ചിൽ ആളുടെ സംസാരമാണ് ഈ കേട്ടത്. നല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ആയിരിക്കും നമ്മുടെ നാത്തൂൻസ് കിച്ചൺ അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഡയറ്റ് നിങ്ങളെ ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോകാം.